ഹലോ നമസ്കാരം. ഹൊലാവിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നേഴ്സിംഗ് പ്രോഗ്രാം. അത് എവിടെ പഠിക്കുന്നതാണോ, ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതാണോ, ന്യൂസിലൻഡിൽ പഠിക്കുന്നതാണോ ഏറ്റവും നല്ലത്? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? യെസ്, ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേട്ടാനിമാരെന്ന് വേണേൽ പറയാം, അല്ലെ ചേച്ചി അനിയത്തി എന്ന് വേണേലും പറയാം. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ദ്വീപുകളാണ്. ഓസ്ട്രേലിയ ഈസ് വെരി ബിഗ് ആൻഡ് ന്യൂസിലൻഡ് ഈസ് സ്മോൾ. നമ്മുടെ കേരളത്തിനേക്കാൾ ഒരു ശകലം കൂടെ വലുതായ ഒരു ചെറിയ കൺട്രിയാണ് ന്യൂസിലൻഡ്. നിങ്ങൾ മാപ്പ് നോക്കിയാൽ കാണാം, ഒരു ഐലൻഡ് കൺട്രിയാണ് അല്ലേ, രണ്ട് ഐലൻഡ്. അതെ. അപ്പോൾ ഈ ചേട്ടാനിമാർ തമ്മിൽ ഭയങ്കര സഹകരണമാണ്, സ്നേഹമാണ്. അതായത് ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻറ്റോ സിറ്റിസണോ ആയ ആൾക്ക് ന്യൂസിലൻഡിൽ പോയി വർക്ക് ചെയ്യാൻ യാതൊരു പ്രോബ്ലവും ഇല്ല. ആൻഡ് തിരിച്ചും അതുപോലെ തന്നെയാണ്. ന്യൂസിലൻഡിൽ സിറ്റിസൺ ആയാൽ ഓസ്ട്രേലിയയിൽ നമുക്ക് നേരെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹവർത്തിത്വം വളരെ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ പഠിക്കുന്നവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ട് കൺട്രീസിലും നമ്മൾ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്, ആ ഡിഗ്രി, ആ ഒരു ക്വാളിഫിക്കേഷൻ. അത് മാത്രമല്ല, രണ്ട് നേഴ്സിംഗ് കൗൺസിലിൻ്റെ, അതായത് നമ്മൾ ഓസ്ട്രേലിയയിൽ പഠിച്ചാലും ന്യൂസിലൻഡിൽ പഠിച്ചാലും ഈസി ആയിട്ട് തന്നെ നമുക്ക് അടുത്ത നേഴ്സിംഗ് കൗൺസിലിലേക്ക് രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തമ്മിലുള്ള കമ്പാരിസൺ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഒന്നാമതായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. ന്യൂസിലൻഡിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് ആണിത്. അതായത് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനായിട്ട് IELTS ഓവറോൾ 6.5, ഇൻഡിവിജ്വൽ സ്കോർ 6 മതി. PT എല്ലാ യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ IELTS ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ IELTS PT രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല വാർത്തയാണ്. പക്ഷേ പറയുന്ന ബാൻഡ് 7 ബാൻഡാണ്, ഇൻഡിവിജ്വലും ഓവറോളും. അതായത് IELTSന് 7 ഇൻഡിവിജ്വൽ, ഓവറോൾ 7, ആൻഡ് PTക്ക് ഓവറോൾ 65, ഇൻഡിവിജ്വൽ 65. അതാണ് പറയുന്ന സ്കോർ. അപ്പോൾ ന്യൂസിലൻഡിൽ അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, ഓസ്ട്രേലിയയിൽ അത് കുറച്ചുകൂടെ ടൈറ്റാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തതായി ട്യൂഷൻ ഫീസ്. ന്യൂസിലൻഡ് ട്യൂഷൻ ഫീസ് കുറവാണ് ഓസ്ട്രേലിയനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഓസ്ട്രേലിയ ഫീസ് ന്യൂസിലൻഡിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണല്ലോ. അതിന് കാരണം ഓസ്ട്രേലിയയിലെ എക്കണോമി കൂടുതൽ ബൂസ്റ്റാണ്. നമുക്ക് കിട്ടുന്ന ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പേ കൂടുതലാണ്. ഇവിടുത്തെ എക്കണോമി മൊത്തത്തിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കണം ന്യൂസിലൻഡിനേക്കാളും കോസ്റ്റ് കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. പക്ഷേ സ്കോളർഷിപ്പ് കൂടുതൽ കിട്ടുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ സ്കോളർഷിപ്പിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇൻ ടോട്ടൽ ആഫ്റ്റർ അപ്ലൈയിങ് സ്കോളർഷിപ്പ് ഓൾസോ ദ ഫീസ് വിൽ ബി ഹയർ അറ്റ് ഓസ്ട്രേലിയ. അടുത്ത പോയിന്റ് സ്റ്റേ ബാക്കിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയയാണ് വിന്നർ. കാരണം ഓസ്ട്രേലിയയിൽ കിട്ടുന്ന സ്റ്റേ ബാക്ക് 2 to 4 ഇയേഴ്സ് കിട്ടും. ബാച്ചലർ ഓഫ് നഴ്സിംഗ് പഠിക്കുന്നവർക്ക്, കാറ്റഗറി 1 പഠിക്കുന്നവർക്ക് 2 ഇയേഴ്സ്, കാറ്റഗറി 2 പഠിക്കുന്നവർക്ക് 3 ഇയേഴ്സ്, കാറ്റഗറി 3 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ന്യൂസിലാൻഡിലാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് 3 ഇയേഴ്സ് ആണ് കിട്ടുക. അത് സിറ്റീസ് ആണെങ്കിലും റീജിയണൽ ഏരിയ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും 3 ഇയേഴ്സ് കിട്ടത്തുള്ളൂ. അടുത്തതായി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് റിക്വയർഡ് ടു ക്ലിയർ വിസ. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കൂടുതലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. ഇപ്പം നമ്മുടെ ഓസ്ട്രേലിയയിലെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ലാത്ത കുട്ടികൾക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്, സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ITR ആണെങ്കിൽ നമുക്ക് 10 lakhs ആവശ്യമേ ഉള്ളൂ. അതും സെയിം ഇയർ ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഓസ്ട്രേലിയയിലാണെങ്കിൽ 12 ലക്ഷം രൂപയുടെ ITR മാൻഡേറ്ററി ആണ്. 10 ലക്ഷത്തിൽ വർക്കാക്കാൻ വലിയ പാടാണ്. അടുത്തതായിട്ട് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ഓഫർ ലെറ്റർ, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യാണ്ട് തന്നെ നേരെ നമുക്ക് വിസ ലോഡ് ചെയ്യാം. അപ്പോൾ AIP, അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പാത്വേയിൽ നമുക്ക് ഈ ഒരു ഫീസ് അടയ്ക്കാണ്ട് തന്നെ വിസയ്ക്ക് ലോഡ് ചെയ്യാം. AIP കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആ ലെറ്ററിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പം നമുക്ക് പേടിക്കാനായിട്ടില്ല. കാരണം AIP കിട്ടി, ഓൾമോസ്റ്റ് നമുക്ക് വിസ കിട്ടി. ഇനി ആ ഫീസും കൂടി അടച്ചാൽ മതി ഇത് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അതേസമയം ഓസ്ട്രേലിയയിലാണെങ്കിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞ് COE കിട്ടണം. COE കിട്ടണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞ് COE, കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റീഫണ്ടിൻ്റെ പ്രശ്നങ്ങളോ, വിസ റിജക്റ്റ് ആവുകയൊക്കെ ചെയ്യണമെങ്കിൽ റീഫണ്ടിൻ്റെ പ്രശ്നങ്ങളും, അങ്ങനെ തന്നെ ഫണ്ടില്ലാതെ ഫിനാൻഷ്യൽ ലോസ് വരും സമയത്ത്. ഇൻടേക്ക് മിസ്സാവുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നമ്മുടെ ന്യൂസിലൻഡിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കതും 2 രീതിയിലാണ്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള കൗൺസിലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. കാരണം ചിലപ്പോൾ നമ്മൾ ആദ്യമേ ഫീസ് അടച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആദ്യമേ ഫീസ് അടച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യമേ നമ്മൾ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വിസ പ്രോസസ്സിംഗ് ടൈം കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ വിസ വന്നോളും. ഫീസ് അടയ്ക്കാണ്ട് നമ്മൾ AIPക്കാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്നാലും 1 monthനുള്ളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 3 months മുന്നേ ആയിട്ട് വിസയ്ക്ക് ലോഡ് ചെയ്യാനായിട്ടാണ് ഏറ്റവും നല്ലത്. വിസ പ്രോസസ്സിംഗ് ടൈം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ ഓസ്ട്രേലിയക്ക് 1 ആയിരുന്നു. ലെവൽ 1ന് 1 മാസമായിരുന്നു വിസ പ്രോസസ്സിംഗ് ടൈം. ആൻഡ് ലെവൽ 3ക്ക്
അപ് ടു 3 or 4 months വരെ എടുക്കുന്നുണ്ടായിരുന്നു ആസ് പെർ ദ മിനിസ്ട്രിയൽ ഡയറക്ഷൻ. അതിപ്പോൾ എടുത്ത് മാറ്റുമ്പോൾ സ്ട്രീം ലൈൻ ചെയ്ത് എല്ലാം കൂടെ ഒരു മാസത്തിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ഒരു പ്രീവിയസ് ഡേറ്റയൊക്കെ വെച്ചിട്ട് നമുക്കൊരു 2 മാസമൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ന്യൂസിലൻഡിലാണെങ്കിൽ ഡിലേ ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷേ കോവിഡിന് ശേഷം നമുക്കൊരു 1 month ഒക്കെയാണ് മാക്സിമം എടുക്കുന്നത്. ഇപ്പോൾ AAP-ലാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ഒരു 1 to 3 months ആണ് നമ്മൾ പറയുന്ന ഒരു ടൈം ലൈൻ. അപ്പോൾ എസ്പെഷ്യലി ഓസ്ട്രേലിയയിൽ ക്യാപ്പിംഗ് ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂസിലൻഡിൽ അങ്ങനെ ഒരു ക്യാപ്പിംഗ് ഉണ്ടോ? ന്യൂസിലൻഡിൽ ക്യാപ്പിംഗ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണ് നിങ്ങളുടെ പ്രൊഫൈലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ന്യൂസിലൻഡാണ്. അതായിട്ട് നമുക്ക് വിസ ഫീസിനെ പറ്റി പറയാം. ഓസ്ട്രേലിയയിലെ വിസ ഫീസ് ഇപ്പോൾ കൂടിയത് നമുക്കറിയാം. ഇപ്പോൾ $1,600 ഓസ്ട്രേലിയൻ ഡോളറാണ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. ന്യൂസിലൻഡിൽ ഇപ്പോൾ വിസ ഫീസ് $390 ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ്. പക്ഷേ 1 October 2024 മുതൽ അത് $750 ന്യൂസിലൻഡ് ഡോളറായിട്ട് മാറും. 750 അല്ലേ? 750 780 അതെ ന്യൂസിലൻഡ് ഡോളേഴ്സ്. പിന്നെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ജോഗ്രഫിക്കലി നല്ല വ്യത്യാസമാണ്. ഓസ്ട്രേലിയ ഒരു വലിയ ഐലൻഡും പിന്നെ ഒരു കുഞ്ഞ് ഐലൻഡ് ടാസ്മാനിയ താഴെയുണ്ട്. പക്ഷേ ന്യൂസിലൻഡ് സൗത്ത് ഐലൻഡും നോർത്ത് ഐലൻഡും എന്നും പറഞ്ഞ് ഏകദേശം സമാന സൈസുള്ള 2 വലിയ ദ്വീപ് ആണ് ന്യൂസിലൻഡ്. അതിൽ നോർത്ത് ഐലൻഡിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ. സൗത്ത് ഐലൻഡിൽ ആൾതാമസം വളരെ കുറവാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവുന്നതിലപ്പുറം. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് 2 നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ന്യൂസിലൻഡാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതലുള്ളതായിട്ട് തോന്നിയത്. പാക്ക് ചെയ്തേക്കുക. ദൈവം ഇത്ര വലിയ കലാകാരനാണെന്ന് നമ്മൾ ന്യൂസിലൻഡ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുക. ചിലപ്പോൾ സ്വിറ്റ്സർലൻഡും ന്യൂസിലൻഡും കമ്പയർ ചെയ്യാറുണ്ട്. രണ്ടും ഭയങ്കര ഭംഗിയുള്ളൂ. അപ്പം സ്വിറ്റ്സർലൻഡ് യൂറോപ്പിൽ പോകാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ഒരു വേർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെപ്റ്റൈൽസ് ഇല്ല ഓസ്ട്രേലിയയിൽ, അതേ ഉള്ളൂ. അതെ, പാമ്പുകളുടെ ശല്യം ഉണ്ടെന്ന് ഓസ്ട്രേലിയ പറയാറുണ്ട്. നമ്മളധികം കണ്ടിട്ടില്ല. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് സ്പൈഡേഴ്സിനെ കുറിച്ചോ അതുപോലെ സ്നേക്സിനെ കുറിച്ചോ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ പേടി വരും. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവിടെ കാണുമോ എന്നുള്ളൊരു പേടി വരും. അങ്ങനെ ഒരു പേടിയില്ല നമ്മൾ ന്യൂസിലൻഡ് പോയപ്പോൾ. ന്യൂസിലൻഡിൽ പാമ്പുകളില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഭംഗിയുടെ കാര്യം വീണ്ടും ഞാൻ എടുത്തു പറയുന്നത്, അത്രയും ഭംഗി ഉള്ള ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഭംഗി ന്യൂസിലൻഡാണ്. എല്ലാം അടുത്തടുത്ത് കിട്ടും, എല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ. അതായത് പുഴ, മൗണ്ടൻസ്, സീ എല്ലാം പാക്ക് ചെയ്ത്, ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ ഇതെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നത് വേറൊരു രാജ്യം എനിക്കറിയില്ല. കുറച്ചുകൂടെ പ്രകൃതിയോട് ഇണങ്ങി താമസിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും ഒരു കുറച്ച് കൗതുകകരമായി തോന്നിയിട്ട് കാര്യം അവിടുത്തെ ഷീപ്സിന്റെ കൗണ്ടാണ്. അതെ, ഷീപ്സിന്റെ കൗണ്ട് 5 times of ഹ്യൂമൻ ആണെന്ന് പറയാം. അതായത് ആടുകളാണ് അവിടെ കൂടുതൽ, മനുഷ്യന്മാരെക്കാളും 5 ലക്ഷത്തോളേ ഉള്ളൂ, 25 ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്ന്. അതിൽ 5 times എന്നാണ് അതിൻ്റെ കൗണ്ട് പറയുന്നത്. അപ്പോൾ അത്രയേറെ കൂടുതലാണ് ഷീപ്പുകൾ. എവിടെ നോക്കിയാലും സൗത്ത് ഐലൻഡിൽ പോകുമ്പോൾ നമ്മൾ വഴിയും ഷീപ്പും മലയും കുന്നും ഒക്കെ കാണാം. ഒരു മനുഷ്യനെ കാണുമ്പോൾ വൗ, നമ്മളൊരാളെ കണ്ടു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇവിടെ സിഡ്നിനെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലിവിങ് കോസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ന്യൂസിലൻഡാണ്. അത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സിഡ്നിനെക്കാട്ടിലും ലിവിങ് കോസ്റ്റ് കൂടുതലൊരു സ്ഥലവും. ലിവിങ് കോസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കണ്ടേ, എല്ലാ സാധനങ്ങളും മാനുഫാക്ചറിങ് ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഡയറി പ്രോഡക്ട്സ് അവിടെ തന്നെ ലോജിസ്റ്റിക്സിലൊക്കെ വില ന്യൂസിലൻഡിനെ ഓസ്ട്രേലിയയെക്കാളും കുറവാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ നമുക്ക് ന്യൂസിലൻഡിൽ അനുഭവപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ. നിങ്ങൾ ഇതിൽ ഏത് കൺട്രിയാണ് നോക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓസ്ട്രേലിയ ആണോ ന്യൂസിലൻഡ് ആണോ? എന്തായാലും നമുക്ക് സംശയങ്ങൾക്ക് ഉത്തരം തരാം. വീണ്ടും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. This is Jaswin and Jess signing out from Holavel YouTube channel. See ya.